നമസ്കാരം. സിനിമാ മേഖലയിലെ ഈ ലഹരിയുടെ സാന്നിധ്യം അത് വീണ്ടും ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസം നടി വിൻസി അലോഷ്യസ് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊന്നും ഇത് ഒതുങ്ങാൻ പോകുന്നില്ല. അതിനുശേഷവും ലഹരി ഉപയോഗവും സ്ത്രീകളുടെ നേരെയുള്ള കടന്നുകയറ്റവും സിനിമാ സെറ്റുകളിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിന് ശേഷം ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. അതിനുശേഷം പോലീസിൻ്റെ റെയ്ഡിൻ നടക്കുമ്പോൾ പോലീസിൻ്റെ മുന്നിലൂടെ നടൻ ഓടി രക്ഷപ്പെടുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ആശങ്ക, അതായത് സിനിമാ മേഖലയിൽ ഷൈൻ ടോം ചാക്കോയെ പോലുള്ള വ്യക്തികൾക്ക് ലഹരിയുടെ പിന്തുണയുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരുന്നത്? അല്ല, ഈ സിനിമാ മേഖലയിലെ ലഹരി എന്നുള്ളത് ഇന്ന് രാവിലെ പൊട്ടിപ്പുറപ്പെട്ട ഒരു വാർത്തയല്ല. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഈ പറഞ്ഞതുപോലെ സിനിമാ സംഘടനകൾക്കും താരങ്ങൾക്കും ഒക്കെ അറിവുള്ളതാണ്. ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 4-5 വർഷമായി സജീവമായി മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ കൂടെ അഭിനയിച്ച നടന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണോ വിചാരിക്കുന്നത്? ഇതിപ്പോൾ ആദ്യമായി ഒരു നടി ശക്തമായി ഒരു അഭിപ്രായവുമായി രംഗത്ത് വന്നുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത ഇത്രയും വലിയൊരു വാർത്താ പ്രാധാന്യം നേടുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഇതിൻ്റെ നടപടിക്രമങ്ങൾ, അതായത് ഇദ്ദേഹത്തെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, ഇദ്ദേഹം പല ചാനലുകളുടെ പോലും റിയാലിറ്റി ഷോയിൽ അതിഥിയായി വന്നിരിക്കുകയും അവിടെ ഒരു കോമഡി ഉണ്ടാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഈ ലഹരി ഉപയോഗത്തെ വളരെ ഒരു ഒരു കോമഡി കലർന്ന രീതിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റഫ് എന്നുള്ള വാക്ക് സഹിതം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു കോമാളിയായി ചിത്രീകരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതങ്ങനെ അങ്ങ് കോമാളിയായി ചിത്രീകരിച്ച് വിഷയത്തിൻ്റെ ഗൗരവത്തെ ലഘൂകരിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അച്ചടക്ക നടപടിക്രമങ്ങളിലൂടെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നോ വേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം പുറത്തു വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇതിൽ വലിയൊരു ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം ഈ നാർക്കോട്ടിക്സ് വിഭാഗത്തിൻ്റെ ഒരു ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ നടന്മാർക്കെതിരെ നേരത്തെ തന്നെ നോട്ടീസ് അയച്ചിരുന്നു. 2 നടന്മാരുണ്ടല്ലേ അതിൽ, ഷൈൻ ടോം ചാക്കോയുണ്ട്, ശ്രീനാഥ് ഭാസിയുണ്ട്. മറ്റേ ആലപ്പുഴയിൽ നിന്ന് ഇതിന്റെ ഒരു സപ്ലയറെ പിടികൂടിയ സമയത്ത് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോൾ ഇവർ രണ്ടുപേരുടെയും പേര് പറയുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഈ വിൻസി അലോഷ്യസിന്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഫിലിം ചേംബറൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഒന്ന് വിലക്കി മാറ്റി നിർത്തുമായിരിക്കും കുറച്ച് ദിവസത്തേക്ക്. അതിനപ്പുറം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ നാർക്കോട്ടിക്സിൻ്റെ കേസ് ഏത് രീതിയിൽ പോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ബാക്കിയുള്ള അനന്തര നടപടിക്രമങ്ങൾ. പക്ഷേ അവിടെയും ചാക്കോയ്ക്ക് അനുകൂലമായ പല സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഒരു റെയ്ഡിൽ ഒരു ആളെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ അന്വേഷിച്ച് ആളെ പിടികൂടാനായി മുറിയിൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ ഈ മുറിക്കകത്തുള്ള ആൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഏതൊക്കെ, ആ മാർഗങ്ങളൊക്കെ വെളിയിൽ നിന്ന് പോലീസ് അടയ്ക്കുക, ഇതൊക്കെ ചെയ്തിട്ടാവുമല്ലോ അകത്തേക്ക്. അതെ, അതൊന്നും ചെയ്യാതെ ഇയാൾക്ക് വളരെ നിസ്സാരമായി റിസപ്ഷനിലൂടെ തന്നെ, മുൻവാതിലിലൂടെ തന്നെ ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പോലീസ് സേനയിൽ നിന്ന് അടക്കം വിവരങ്ങൾ ചോർന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ ഷൈൻ ടോം ചാക്കോ കുറെ, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 4-5 വർഷമായി മലയാള സിനിമയുടെ ഒരു വലിയ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അത് മാത്രമല്ല സൂപ്പർതാര ചിത്രങ്ങളിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ റോളുകൾ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകളുടെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് ഷൈൻ ടോം ചാക്കോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സ്വാധീനമുള്ള ഒരു നടൻ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ആയിട്ട് ഇത്രയും നാൾ എങ്ങനെയാണ് വിലസുന്നത്? ഇപ്പോൾ നമുക്കറിയാം, നാട്ടിൽ മുഴുവൻ ലഹരിയുമായി ബന്ധപ്പെട്ട റെയ്ഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സജീവമായി നടക്കുകയാണ്. അപ്പോഴും നിർബാധം ഇവരുടെ ലഹരി ഉപയോഗം തുടരുകയാണ് പല സിനിമാ സെറ്റുകളിലും. ഇപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ നടനുമായി സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പണ്ടൊക്കെ സിനിമകൾക്കുള്ളിൽ ഒരു രഹസ്യ സ്വഭാവം ഒന്നിനുമില്ലായിരുന്നു. കാര്യം ഒരു സിനിമാ സെറ്റിലോട്ട് ചെന്നാൽ തന്നെ അവിടെ വലിയ ഒരു ക്രൂ കാണാം. പുറമേ ഇത് ഷൂട്ടിംഗ് കാണാൻ വരുന്ന ഒരു ജനസഞ്ചയം ഉണ്ടാവും. അതിൻ്റെ നടുവിലാണെങ്കിൽ പോലും ഇവർ കൂട്ടം കൂടി, സംവിധായകൻ, സഹസംവിധായകൻ, പ്രധാന നടന്മാർ, നടിമാർ, ഇവരൊക്കെ കൂട്ടം കൂടിയിരുന്നാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതുമൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ സിനിമയിൽ ഈ കാരാവാൻ സംസ്കാരം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ മാറ്റിമറിച്ചിരിക്കുന്നു. ഒരു സിനിമയുടെ ഷോട്ട് സമയത്ത് മാത്രം ഒരുമിക്കുന്ന ഇത്തരം ആൾക്കാർ ആ ഷോട്ട് കഴിഞ്ഞാൽ അവരവരുടെ കാരവാനിൽ ഒതുങ്ങുകയാണ്. പിന്നെ അതിനുള്ളിൽ എന്താണ് നടക്കുന്നത്, അതിനുള്ളിൽ ഇവർ ആരൊക്കെയാണ് കാണുന്നത്, ഇത് സംബന്ധിച്ചൊന്നും ഒരു സുതാര്യത ഇല്ലാതെ വരുന്നു.
അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സംശയം നിലവിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടുന്നത് വരെയെങ്കിലും ഇതിൻ്റെ ഒരു സുതാര്യത നിലനിർത്താനുള്ള ഒരു കടമ ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്കുണ്ട്, ഇല്ലേ? ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിൻ്റെ ആരോപണങ്ങൾ മറ്റുള്ളവരിലേക്കും പോകുന്നു. ഇപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ പോലും പറഞ്ഞു മമ്മൂട്ടിയുടെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഷൈൻ ടോം ചാക്കോ എന്ന്. അപ്പോൾ അവിടെ മമ്മൂട്ടിയും പ്രതി ചേർക്കപ്പെടുകയാണ്, ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുകയാണ്. മമ്മൂട്ടിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കാര്യം ഞാൻ അഭിനയിക്കുന്ന സിനിമകൾ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, എൻ്റെ സിനിമാ സെറ്റിലെ ഒരാളും ലഹരി ഉപയോഗിക്കുന്നില്ല. ഇപ്പം മദ്യപാനം പോലെ അല്ല ലഹരി എന്ന് പറയുന്നത്. ഇപ്പോൾ സിനിമകളിലൊക്കെ മദ്യപാനം ഉണ്ടാകാറുണ്ട്, സിനിമയുടെ പാക്കപ്പ് ദിവസവും അല്ലെങ്കിൽ ഇതിൻ്റെ വിജയാഘോഷങ്ങളിലൊക്കെ മദ്യം വിളമ്പുക സാധാരണമാണ്. അത് സിനിമയിലെന്നല്ല മറ്റേത് ഫംഗ്ഷനിലായാലും അത് സാധാരണമാണ്. അതൊരു പ്രൊമോഷനല്ല, അല്ലേ? അങ്ങനെ ഒരു പ്രൊമോഷനല്ല. പക്ഷേ ലഹരി ഉപയോഗം അതുപോലെയല്ല. നർക്കോട്ടിക് ആക്ടിൽ വരുന്നതാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ചും ലഹരി പരസ്യമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചും ഇതിൻ്റെ സപ്ലൈയെക്കുറിച്ചും ഒക്കെ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം സിനിമ പോലുള്ള ഇതും സിനിമാ സ്ഥലത്ത് ഇത് എത്തിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ കാരവാൻ സംസ്കാരമൊക്കെ വന്നതിന് ശേഷം ഇതിൻ്റെ രഹസ്യ സ്വഭാവം ഒന്നുകൂടി ഈ ഗൗരവമുള്ളതാക്കുന്നു. അതെ. അത് മാത്രമല്ല, ചില മലയാള സിനിമകൾ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു കഥയും ഇല്ലാതെ ചില മലയാള സിനിമകൾ പെട്ടെന്ന് ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെ ചിത്രീകരിച്ച ഒരു 5 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ സിനിമ ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രധാന ഉദ്ദേശം കടത്താണ്, ലഹരി കടത്താണ്. ഇത് ലഹരി ഉപയോഗം മാത്രമല്ല, ലഹരിയുടെ കടത്ത് കൂടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായി അന്നും നമ്മൾ അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച കൃത്യമായൊരു ഇടപെടൽ ഇപ്പോൾ ഹേമ കമ്മീഷൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ വന്നപ്പോൾ സെറ്റിലെ മറ്റ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അവരുടെ അസൗകര്യക്കുറവുമൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇത് അന്ന് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു വിഷയമാണ് ഇത്. ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ 3-4 മാസം കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ളിലാണ് ഇതാ വീണ്ടും ഒരു സീരിയസ് ആയിട്ടൊരു അപ്പം എന്താണ് ആ റിപ്പോർട്ടിനെ എത്ര ഗൗരവമായി കണ്ടു, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്മേലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ നടപടി ഉണ്ടായോ എന്നുള്ളതും കൂടെ ഈ സമയം ഒന്ന് തിരിച്ചു ചോദിക്കേണ്ടതായിട്ടുണ്ട്. വാർത്തകൾ ഒന്ന് തണുത്തപ്പോൾ കാര്യങ്ങളെല്ലാം വീണ്ടും പഴയ രീതിയിലേക്ക് പോകും. ഈ പറയുന്ന നടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലഹരി ഉപഭോക്താവാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രുതി ഒരു നടനാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കുമാറേ, ഇദ്ദേഹത്തെ ഈ ലഹരിയുടെ ഒരു ബ്രാൻഡ് അംബാസഡറായി പലരും ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇയാളുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് തന്നെ ലഹരിക്കുള്ള ഒരു പരസ്യമാണ്. അതെ. ഇപ്പോൾ മമ്മൂട്ടിയുടെ തന്നെ ഒരു സിനിമ ഏതാണെന്ന് ഓർക്കുന്നില്ല, അതിലെ ഇദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. ആ കഥാപാത്രം പോലും അതിനകത്ത് കാണിക്കുന്നത് ഫുൾ ടൈം ഈ കഞ്ചാവും പുകയും ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടർ പോലും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ട് തന്നെയാണ് സ്ക്രീനിൽ ഇദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് പോലും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹത്തിനെ ഈ മറ്റ് ഉൽപ്പന്നങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസഡറായി നമ്മൾ പലപ്പോഴും മുണ്ടിൻ്റെ ബ്രാൻഡ് അംബാസഡറായി ജയറാമിനെയും മോഹൻലാലിനെയൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഈ പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളുടെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടാണ് ഷൈൻ ടോം ചാക്ക എന്നുള്ള നടനെ, അത് മിനി സ്ക്രീനിലെ ചാനലുകാർ പോലും റിയാലിറ്റി ഷോയിൽ പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് ആ രീതിയിലാണ്. കോമഡിയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ കൂടിയും അതിനകത്ത് പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹം സ്റ്റഫ് ഉപയോഗിക്കുന്ന ആളാണ്, ഇദ്ദേഹം ഇതിൻ്റെ ആളാണ് എന്ന് ഉള്ള രീതിയിലാണ്. എന്തായാലും കേരളത്തിൽ ഈ ഡ്രഗ് ജിഹാദിൻ്റെ ഒരു വ്യാപനം, അത് ഈ ലഹരി രാസലഹരി ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും താഴെ തട്ടിലേക്ക് വരെ ലഭിക്കുന്ന രീതിയിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കുമാർ, നമ്മൾ ഈ ഒരു കോവിഡിൻ്റെ ഒക്കെ മുമ്പ് തത്വമയി അന്ന് ഞാൻ ചെയ്ത ഒരു വാർത്തയുണ്ട്. കേരളത്തിൽ പല വിധത്തിലുള്ള ജിഹാദുകളുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. അന്ന് ലവ് ജിഹാദ് മാത്രമാണ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ലവ് ജിഹാദ് കൊണ്ട് തീരുന്നില്ല. ജിഹാദ് എന്ന് പറയുന്നത് മറ്റ് സമസ്ത മേഖലകളിലേക്കും വ്യാപിക്കുകയാണ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന പല മേഖലകളിലും ഇനി വരാൻ പോകുന്നത് ജിഹാദുകളുടെ കാലമാണ്. അന്ന് നമ്മൾ അക്കമിട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഒന്ന്, ലാൻഡ് ജിഹാദ് ഇവിടെ ഉണ്ടാകുമെന്ന് ഉണ്ടായി. വഖഫ് ഒക്കെ അതിന് കൃത്യമായ തെളിവാണ്. സിനിമയിൽ ജിഹാദ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതും ഇപ്പോൾ എമ്പുരാൻ സിനിമയിൽ നമ്മൾ അതിൻ്റെ മറ്റൊരു വെർഷൻ കണ്ടു. അതിൻ്റെ വേറൊരു വെർഷനാണ് ഈ ലഹരി ഉപയോഗം സിനിമാ സെറ്റുകളിലേക്ക് കൊണ്ടുവരുന്നത്. അതും ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടാണ്. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു മേഖലയാണ് ഈ സമൂഹത്തിലെ ബ്യൂറോക്രാറ്റുകൾക്കിടയിലേക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റം ജിഹാദികളുടെ. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ പല നിർണായക തീരുമാനങ്ങളും എടുക്കുന്ന സർക്കാർ വകുപ്പുകളുടെ കീ പൊസിഷൻസിൽ ഇത്തരത്തിലുള്ള ജിഹാദി ആക്രമണങ്ങൾ ഉണ്ടാകും. അവിടെ നുഴഞ്ഞു കയറുന്നവർ അവിടെ ഇരുന്നു കൊണ്ട് പലതരത്തിലുള്ള തെറ്റായ ആസൂത്രണങ്ങൾ ഉണ്ടാക്കും. അതുവഴി അവർ പോലും അറിയാതെ ചില ജിഹാദുകൾ നിയമത്തിൻ്റെ പ്രാബല്യത്തോടുകൂടി സമൂഹത്തിൽ പരക്കും എന്നൊന്ന് നമ്മളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അത് അധികം താമസിയാതെ തന്നെ ആസന്നമായ ഭാവിയിൽ തന്നെ കേരളത്തിൽ അത്
പ്രകടമാകും എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഈ ഇതുപോലെ അതിന്റെ മറ്റൊരു വർഷം തന്നെയാണ് നമ്മളിപ്പോൾ ഈ സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രസ് ജിഹാദിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫുഡ് ജിഹാദിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നിലവിലുണ്ട്, അദൃശ്യമായിട്ടെങ്കിലും പല മേഖലകളിലെങ്കിലും ഇത് നിലവിലുണ്ട്. എന്തായാലും ഈ ജിഹാദ് അല്ലെങ്കിൽ ഈ കേരളത്തിൽ IPS IAS തലത്തിലൊക്കെ കാണുന്ന പോരടക്കമുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പ്രവർത്തനങ്ങളുടെ നിഗൂഢ പ്രവർത്തനങ്ങളുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ സംഘടിതമായ മാഫിയ സംഘങ്ങൾ അവർ പല മേഖലകളിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വിൻസി അലോഷ്യസ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ പേരിൽ ഷൈൻ ടോം ചാക്കോയാണോ ഇനി വിൻസി അലോഷ്യസ് ആണോ ഇരയാകാൻ പോകുന്നത് എന്ന് നമ്മൾ അത് വ്യക്തമാണ്. കാര്യം കുമാർ, ഇതിലിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. വിൻസി അലോഷ്യസിന് ഇനി ക്രമേണ ചലച്ചിത്രങ്ങൾ കുറയും. കുറച്ചു കാലത്തേക്ക് അവർ വീട്ടിലിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെലിവിഷൻ പരിപാടിയുടെ ആങ്കറായി പോകേണ്ടി വരും, അതുമല്ലെങ്കിൽ സീരിയൽ നടിയായി ഒതുങ്ങേണ്ടി വരും. ഷൈൻ ടോം ചാക്കോ ഇപ്പോഴത്തെ ഒരു കോലാഹലങ്ങൾ കഴിയുന്നതോടുകൂടി വീണ്ടും സിനിമയിൽ സജീവമാകും. ഈ പറഞ്ഞതുപോലെ മട്ടാഞ്ചേരി മാഫിയൊക്കെ ശക്തമായിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയയുടെ നമ്മൾ അത്ര വില കുറച്ച് കാണേണ്ട ടീമുകളൊന്നും അല്ല. വെറും മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ അവരെ കളിയാക്കി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നിർത്തണ്ട. അവരുടെ ഗൂഢ ലക്ഷ്യങ്ങൾ വേറെ പലതുമാണ്. അത് ഓരോന്നോരോന്നായിട്ടായി അവർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലും സിനിമയിലൂടെ, കാര്യം നമ്മൾ നേരത്തെയും പല ഡിസ്കഷനിലും പറഞ്ഞിരുന്നു, സാധാരണക്കാരനെ സ്വാധീനിക്കുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. അവനുമായി പെട്ടെന്ന് സംവേദിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് ആഴ്ന്നിറങ്ങി ചെല്ലാൻ കഴിവുള്ള സിനിമ പോലെ കെൽപ്പുള്ള ഒരു മാധ്യമം വേറെയില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലൂടെ ഇത്തരത്തിലുള്ള കൊടിയ വിഷങ്ങൾ എങ്ങനെ ഇവരുടെ ഇടയിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ വലിയ ഗൂഢാലോചനകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അത് അണിയറയിൽ നടക്കുക മാത്രമല്ല, പ്രകടമായി അത് അരങ്ങത്തേക്ക് എത്തിക്കാനും ഒരു കൂട്ടർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ നമ്മൾ കാണേണ്ടത്. നമസ്കാരം. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.